Hello guys, we will see question number lead code 66 plus 1. You are given a large integer represents an integer array digits, okay, where each digit I is the ith digit of the integer. The digits are ordered from most significant to least significant in left to right order. The large integer does not contain any leading zeros. Increment the large integer by 1 and return the resulting array of digits. നമുക്ക് ഡിജിറ്റ്സ് ഒരു അറേ തന്നിട്ടുണ്ട്. അതിനകത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഡിജിറ്റ്സിനകത്ത് 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 1 2 3 എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1ഉം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3ഉമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ഈ നമ്പറായിട്ട് ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും ആഡ് ചെയ്യുക 1. സാധാരണ നമ്മൾ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നല്ല ആഡ് ചെയ്യുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 3ഉം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 1ഉം ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണോ ആഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് അവർ അതിൻ്റെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറേ തന്നിട്ടുണ്ട്. അറേയുടെ ഫ്രണ്ടിൽ വേറെ 0 ഒന്നും കാണത്തില്ല. പക്ഷേ നമുക്ക് ഇതിനകത്ത് +1 ആഡ് ചെയ്യണം. +1 ആഡ് ചെയ്തിട്ട് നമ്മൾ അറേ റിട്ടേൺ ചെയ്യണം. +1 ആഡ് ചെയ്യുമ്പോൾ എന്താവും 1 2 4 +1 1 2 3 +1 1 2 4 ആവും. 4 3 2 1 +1 4 3 2 2 ആവും. 9 +1 എന്ന് പറയുമ്പോൾ 10 ആവും. അപ്പോൾ 1 0 എന്ന് വരണം. അങ്ങനെ വേണം നമ്മൾ റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറയാം. 1 2 3 4 ഇതിൽ ആഡ് ചെയ്യാൻ ഒരു പാടുമില്ല. ജസ്റ്റ് +1 എന്ന് അടിക്കുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഇതെന്ത് കിട്ടും? ആൻസർ 1 2 3 5 കഴിഞ്ഞു. അതായത് ലാസ്റ്റ് എലമെൻറ്റിൽ +1 അടിക്കുമ്പോൾ നമുക്ക് 9നെക്കാട്ടി ചെറിയ നമ്പറാണ് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ആൻസറിൽ +1 അടിച്ച് റിട്ടേൺ ചെയ്യാം. ഡൺ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ +1 അവസാനം ഡിജിറ്റ് നമ്പർ 9 ആണെന്ന് വെച്ചോ. അവസാനത്തെ ഡിജിറ്റ് 9 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? +1 ചെയ്യുമ്പോൾ ഈ എലമെൻറ്റിനെ 0 ആക്കണം അല്ലേ? എന്നിട്ട് മുകളിൽ ക്യാരി 1 ചെയ്യണം. അപ്പം സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ ക്യാരി ലോജിക്ക് ചെയ്യണം. എന്നിട്ട് കറണ്ട് എലമെൻറ്റിനെ 0 ആക്കണം. അപ്പോൾ നമുക്ക് 0 0 കറണ്ട് എലമെൻറ്റിനെ 0 ആക്കണം. എന്നിട്ട് ക്യാരി ലോജിക്ക് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് സ്റ്റെപ്പ് 2ൽ വരുന്നത്. അവസാനത്തെ ഡിജിറ്റ് 9 വരും, അല്ലെങ്കിൽ ഈ ഡിജിറ്റ് 9 വരുവാണെങ്കിൽ 2 ഡിജിറ്റ് 9 വരുവാണെങ്കിൽ ഇപ്പുറത്ത് പിന്നെ ക്യാരി ലോജിക്ക്. അപ്പോൾ അങ്ങനെ വേണം. നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഡിജിറ്റും 9 ആണ്. എല്ലാ ഡിജിറ്റും ആണെങ്കിലോ ഇവിടെ 1 വരും, ഇവിടെ 0 വരും, മളി 1 വരും, ഇവിടെ 0 വരും, മളി 1 വരും, ഇവിടെ 0 വരും, മളി 1 വരും, ഇവിടെ 0 വരും, പിന്നെ ഇവിടെ ഒരു 1 എക്സ്ട്രാ വരും. അപ്പോൾ ഒരു എക്സ്ട്രാ 1 എല്ലാ ഡിജിറ്റും ആണെങ്കിൽ എക്സ്ട്രാ 1 കൂടെ ആഡ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷനിനകത്ത് ഇൻസേർട്ട് എക്സ്ട്രാ 1 ഈ 3 കണ്ടീഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ 3 കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ് അറയ്ക്കകത്ത് നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റാണ് ഏറ്റവും അവസാനം കിടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അവസാനം കിടക്കുന്ന നമ്പറിലാണ് നമ്മൾ 1 ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിജിറ്റ്സ് ബാക്കിൽ നമ്മൾ തുടങ്ങും. ബാക്കിൽ നിന്നായിരിക്കും ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫോർ ലൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഡിജിറ്റ്സിൻ്റെ ബാക്ക് സൈഡിൽ തുടങ്ങും. അപ്പം ഇൻറ്റ് I ഈസ് ഈക്വൽ ടു ഡിജിറ്റ്സ് ഡോട്ട് സൈസ് -1 I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 I -1 അല്ലേ? ഓക്കെ. ഇനി എന്താണ് നമുക്ക് ഈ എലമെൻറ്റ് കയറി കഴിഞ്ഞു, അറയ്ക്കകത്ത് കയറി കഴിഞ്ഞു, അറയ്ക്കകത്തുള്ള ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. അവസാനത്തെ ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് +1 ചെയ്യുവാണെങ്കിൽ നമുക്ക് 9നെക്കാട്ടി ചെറിയ നമ്പർ ആണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാം. ഇഫ് ഡിജിറ്റ്സ് ഓഫ് I +1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ തന്നെ റിട്ടേൺ ഡിജിറ്റ്സിൽ ആഡ് ചെയ്ത് റിട്ടേൺ ചെയ്യാം. ഡിജിറ്റ്സ് ഓഫ് I += 1. അതായത് ഡിജിറ്റ്സ് ഓഫ് I = ഡിജിറ്റ്സ് ഓഫ് I +1 ആണ്. എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യും. അത് അല്ലെന്നുണ്ടെങ്കിൽ 9 മുകളിലാണെന്നുണ്ടെങ്കിൽ 9നെക്കാൾ വലുതാണ്, +1 ചെയ്യുമ്പോൾ +1 ചെയ്യുമ്പോൾ 9നെക്കാൾ വലുതാണ്, 10 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ കറണ്ട് എലമെൻറ്റ് 0 ആക്കണം. ഡിജിറ്റ്സ് ഓഫ് I = 0 ആക്കുന്ന മതി. പിന്നെ എന്ത് ചെയ്തു? ക്യാരി ലോജിക്ക് ഇങ്ങനെ ഓർക്കാവുന്ന ഇതിനകത്ത് ലൂപ്പ് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്തോളും കാര്യം. നെക്സ്റ്റ്
ലൂപ്പ് എക്സിക്യൂഷൻ ആകുമ്പോഴത്തേക്ക് ഐ മൈനസ് മൈനസ് ഈ പോകും, നെക്സ്റ്റ് പ്രീവിയസ് നമ്പറിലേക്ക് പോകും. അതിനകത്ത് പോകുമ്പോൾ അത് +1 ചെയ്യുമ്പോൾ 9 ചെറുതാണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ക്യാരി ലോജിക്ക് വരും. അപ്പം ഈ ലൂപ്പാണ് ക്യാരി ലോജിക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ക്യാരി ലോജിക്ക് വേറെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ 1 2 3 +1 പകരം 1 2 3 +2 1 2 3 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരുന്നെങ്കിൽ ക്യാരി ലോജിക്ക് പ്രത്യേകം ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ +1 മാത്രം ചെയ്യാനുള്ള എല്ലാ തവണയും ക്യാരി 1 തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ക്യാരി ലോജിക്ക് പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല. ക്യാരി എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് ലൂപ്പ് ഹാൻഡിൽ ചെയ്തോ. ഓക്കെ, നാവ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലൂപ്പിന് പുറത്ത് വരുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഈ ഫോർ ലൂപ്പിന് പുറത്ത് വരുന്ന സമയം ഏതാണെന്ന് മനസ്സിലാക്കി. ഫോർ ലൂപ്പിന് ഇപ്പോൾ നമ്മൾ പുറത്ത് വരിക, ഫോർ ലൂപ്പിൽ പുറത്ത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിട്ടേൺ ആയില്ലെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പിൽ പുറത്ത് വരും. റിട്ടേൺ എപ്പോഴാണ് ആവാതിരിക്കുക? റിട്ടേൺ എപ്പോഴാണ് ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ക്യാരി തീർന്നിട്ടില്ലെങ്കിലാണ് റിട്ടേൺ ആവാതിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാരി തീർന്നിട്ടില്ല എന്നുള്ള അർത്ഥം എന്താണ്? ക്യാരി തീർന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അറേക്കകത്ത് ഫുള്ള് 9 ആയിരുന്നു. ഓക്കെ, നമ്മുടെ അറേക്കകത്ത് മൊത്തം 9 ആയിരുന്നുകൊണ്ടാണ് ക്യാരി തീരാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ലൂപ്പിന് വെളി വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ലൂപ്പിന് വെളിയിൽ നമ്മുടെ എക്സിക്യൂഷൻ ഫ്ലോ വന്നെങ്കിൽ അർത്ഥം മനസ്സിലായി, അറേക്കകത്ത് 9 ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ പോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഡിജിറ്റ്സ് ഡോട്ട് ഒരു 1 ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇൻസേർട്ട് എവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ നിങ്ങൾക്ക് പോയിന്റർ എടുക്കണം. ഡിജിറ്റ്സ് ബിഗിൻ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റർ, ഫസ്റ്റ് പൊസിഷൻ. എന്താണ് ആഡ് ചെയ്യേണ്ടത്? 1 ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് റിട്ടേൺ വിളിച്ചിട്ട് കൊടുക്കും. റൺ ചെയ്ത് നോക്കാം, സബ്മിറ്റ് ചെയ്ത് നോക്കാം.